Hello guys, it's me Telma. Welcome back to my channel. Welcome to another skincare DIY video. ഇന്നത്തെ DIY skincare വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു DIY ടോണർ ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഉള്ള 2-3 വീഡിയോസിൽ ഒരു DIY ടോണറിനെ പറ്റി സ്പെസിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു DIY ടോണർ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതിന് പറയുന്നതിന് മുന്നേ ഈ ടോണർ നമ്മുടെ ഫേസിൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഫേസിൽ തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ടോണർ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യും നമ്മുടെ ഫേസിലുള്ള പോഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്യാനും ആ പോഴ്സിന്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഡോട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാനും ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൻ ഡാമേജസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഈ ടോണർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള നാച്ചുറൽ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാനും ഈ ഒരു ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കുറേ ടോണേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ നല്ല ബെനഫിഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ടോണർ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വരുമ്പോൾ അതിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. അപ്പോൾ എന്തായാലും ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു DIY ടോണറിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആകെ കൂടി 4 സാധനങ്ങളുള്ളൂ. അതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. പച്ചവെള്ളം, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു വാട്ടർ നമുക്ക് ഈ ഒരു DIY ടോണറിന് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യമുള്ള റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു റോസ് വാട്ടർ, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പിന്നെ ഇതിൽ യൂസ് ചെയ്യേണ്ടത് 2 എസെൻഷ്യൽ ഓയിലാണ്. ഈ 2 എസെൻഷ്യൽ ഓയിലിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:3 റേഷ്യോയിൽ വേണം ഈ ഒരു ടോണറിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 2:3 റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് 2 എസെൻഷ്യൽ ഓയിൽ ഡ്രോപ്സ് കൂടിയും കുറഞ്ഞുവരിക്കും. ഇപ്പം നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ 2 എസെൻഷ്യൽ ഓയിലും സെയിം പ്രൊപ്പോർഷണൽ, സെയിം എമൗണ്ട്, സെയിം ഡ്രോപ്സിൽ ആ ഒരു ടോണറിൽ നിങ്ങൾക്ക് ഇടാം. ഈ 2 എസെൻഷ്യൽ ഓയിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് എസെൻഷ്യൽ ഓയിലും ലാവൻഡർ എസെൻഷ്യൽ ഓയിലും. ഇത് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെയാണ്. എക്സോട്ടിക് അറോമാസ് എന്ന് പറഞ്ഞ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഈ 2 ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതൊരു കോംബോ പാക്കിലാണ് കിട്ടുന്നത്, അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ ഓയിലും നമുക്ക് ഈ ടോണർ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു 4 സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ടോണർ ഫില്ല് ചെയ്ത് വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ബോട്ടിൽ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫില്ലർ ബോട്ടിലാണ്. കാരണം എനിക്ക് ടോണർ എൻ്റെ ഫേസിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അല്ലാതെ നിങ്ങൾക്ക് സാധാ ഒരു ചെറിയ ബോട്ടിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്താം, സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളൊരു കോട്ടൺ പാഡിൽ ആ ഒരു ടോണർ ഇട്ടിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ആകുമ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമ്മുടെ ഫേസിലോട്ടൊന്ന് പാറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ടോണർ നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു DIY ടോണർ യൂസ് ചെയ്യാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും ഏതെങ്കിലും ഒരു ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് വാട്ടറും റോസ് വാട്ടറും ആണ് ആദ്യം. അപ്പോൾ ഇതെങ്ങനെ ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സാധാ പച്ചവെള്ളം, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഇടുക. പിന്നെ ബാക്കിയുള്ള 1/4 ക്വാണ്ടിറ്റിയിലാണ് റോസ് വാട്ടർ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം ആദ്യം. ഒരു 3/4 ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 1/4 ക്വാണ്ടിറ്റിയിൽ നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. സോ ഈ എസെൻഷ്യൽ ഓയിൽ എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് 2 എസെൻഷ്യൽ ഓയിൽ, റോസ് എസെൻഷ്യൽ ഓയിലും ലാവൻഡർ എസെൻഷ്യൽ ഓയിലും നിങ്ങൾക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ ഒഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫേസ് ഓയിലി സ്കിൻ ആണെങ്കിൽ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒരു 6 to 7 ഡ്രോപ്സും റോസ് എസെൻഷ്യൽ ഓയിൽ ഒരു 4 to 5 ഡ്രോപ്സും വേണം. കാരണം ഓയിലി സ്കിൻ ആകുമ്പോൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ആയിരിക്കണം കൂടുതൽ. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ടോണറിലോട്ട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നേരെ മറിച്ച് റോസ് എസെൻഷ്യൽ ഓയിൽ 6 to 7 ഡ്രോപ്സും ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒരു 4 to 5 ഡ്രോപ്സും ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആകുമ്പോൾ നിങ്ങൾ റോസ് എസെൻഷ്യൽ ഓയിൽ കുറച്ചും കൂടി കൂടുതൽ ഡ്രോപ്സ് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടും ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ടും നമ്മൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ് കുറച്ച് കൂട്ടി ഒഴിക്കാം. ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കാം.
നിങ്ങളൊരു ഉദ്ദേശം അനുസരിച്ചൊരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചതിനേക്കാളും ഒരു 2, 3, 4 ഡ്രോപ്സ് കുറച്ച് ഈ റോസ് എസെൻഷ്യൽ ഓയിൽ ഒഴിക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് മതി. റോസ് എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ DIY ടോണർ. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ടൊന്ന് പതിയെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ DIY ടോണർ ഇസ് റെഡി. സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒരു ടോണർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാനും നമ്മുടെ ഫേസിലെ മോയ്സ്ചറൈസറൊക്കെ ലോക്ക് ചെയ്യാനും ഈ ഒരു ടോണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വെറുതെ റോസ് വാട്ടർ സ്പ്രേ ചെയ്യാം. ഡൈല്യൂട്ട് ചെയ്യാതെയും ഡൈല്യൂട്ട് ചെയ്തും നിങ്ങൾക്ക് റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു ടോണറായിട്ട്. കാരണം ഈ റോസ് വാട്ടറിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, സൂത്തിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് ടോണർ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ മടിയൊക്കെയാണ്, ഇങ്ങനെ മിക്സിംഗ് ഒക്കെ ഭയങ്കര മടിയാണെങ്കിൽ റോസ് വാട്ടർ മാത്രം ഇടാം. അപ്പോൾ ഇത് ഈ ഒരു ടോണറിനെ കുറച്ചും കൂടി ബെനഫിഷ്യലാക്കാൻ, കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽസ് ഈ ഒരു DIY ടോണറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെപ്പാണ് ടോണിങ് സ്റ്റെപ്പ്. കാരണം നമ്മൾ ഫേസിൽ എപ്പോഴും CTM എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യണം. അത് നമ്മുടെ ഫേസിനെ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ C ക്ലെൻസിങ്, T ടോണിങ്, M മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ T എന്ന് പറഞ്ഞ ടോണിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു DIY ടോണർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് രാവിലെയും യൂസ് ചെയ്യാം, രാത്രിയും യൂസ് ചെയ്യാം, വെനെവർ യു വിഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതൊരു റിഫ്രഷിങ് മിസ്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലും സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സാധാ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ടോണിങ്ങിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം DM ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഞാൻ അവിടെ ഫൺ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെയും ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ